എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ട് സെറ്റിലേക്ക് സ്വാഗതം. അവിട്ടം നക്ഷത്രക്കാർക്ക് വരുന്ന ജനുവരി 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. King of Cups, Chariot energy, Page of Pentacles, Fool card, Four of Pentacles, Knight of Cups energy connections. അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ജനുവരി 2026 ആദ്യം തന്നെ കിങ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. ഈ മാസം നിങ്ങൾ പൊതുവേ വളരെ കാം ആൻഡ് ക്വയറ്റ് അല്ലെങ്കിൽ വളരെ ശാന്ത സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ പെട്ടെന്ന് ആർക്കും പ്രകോപിപ്പിക്കാൻ കഴിയുന്നില്ല. പൊതുവേ നിങ്ങൾ വീട്ടിലാണെങ്കിലും നിങ്ങളുടെ വർക്ക് സ്പേസിലാണെങ്കിലും ഒക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവം നിങ്ങളിലുണ്ട് എന്നിരിക്കെ നിങ്ങളുടെ ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ പിടിച്ചാൽ കിട്ടാത്ത ഒരു രീതിയിലാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആങ്കർ മാനേജ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും ചില ആളുകളെ സംബന്ധിച്ച്. മറ്റു ചിലർ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും വിചാരിച്ച പോലെ സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പൊതുവേ പ്ലസൻ്റ് ആയിരിക്കും, സന്തുഷ്ടരായിരിക്കും. അതുകൊണ്ട് ഉള്ളൊരു സാഹചര്യത്തിലുണ്ടാകുന്ന മാറ്റം കൊണ്ടിട്ടുള്ള മാറ്റമാവാം. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് പൊതുവേ നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ വേണ്ട എന്നുള്ളൊരു ചിന്തയിൽ നിന്നുണ്ടാകുന്ന പർപ്പസ്ഫുള്ളായിട്ട് നിങ്ങളെടുത്തൊരു തീരുമാനമായിരിക്കും ഇത്. അതായത് എല്ലാവരോടും സമചിത്തതയോട് കൂടിയിട്ടുള്ള പെരുമാറ്റവും മറ്റും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മറ്റ് ഒരു കാര്യം ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഫാദറിനെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്രയും പ്രാധാന്യമുള്ള ഒരു വ്യക്തി. അത് പുരുഷനോ സ്ത്രീയോ ആവാം, പക്ഷെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അധികാരത്തോടു കൂടിയിട്ട് നിങ്ങളോട് സംസാരിക്കുക അല്ലെങ്കിൽ അഭിപ്രായം പറയും. നിങ്ങളുടെ ലൈഫിൽ അത്രയും നല്ലൊരു പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ഒരു വ്യക്തിയാവാം. അങ്ങനെ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒത്തിരിയധികം അഡ്വൈസസ് കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ള കാര്യത്തിൽ ഒത്തിരി നിങ്ങളെ റിലാക്സ് ആവാൻ സഹായിക്കുന്നുണ്ട്. ലൈഫിൽ വേണ്ടാത്ത കാര്യങ്ങൾ വിട്ടുകളയുകയും അതായത് ഒരു കാലത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം അല്ലെങ്കിൽ ഒരു കാലത്ത് നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു തെറ്റ് അല്ലെങ്കിൽ ഒരു നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മൾ പല കാര്യങ്ങളും ലൈഫിൽ ഒത്തിരി ആസ്വദിച്ച് സന്തോഷത്തോടു കൂടി ഒരു കാലത്ത് ചെയ്തിരുന്ന കാര്യമായിരിക്കും. പക്ഷെ ഇപ്പോൾ നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അല്ലെങ്കിൽ അത് നമുക്ക് ഇപ്പോൾ അത് നമ്മൾ അങ്ങനെയല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നു. കാര്യങ്ങളിൽ മാറ്റങ്ങൾ വേണം. പക്ഷെ എന്ത് ചെയ്താലും അന്നൊരു വർക്ക് ആയതുകൊണ്ട് എന്നും അത് കൂടെ ഉണ്ടാവണമെന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളുകളായിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുകയും ഇപ്പോൾ അത് വർക്ക് ആകുന്നില്ല, അതുകൊണ്ട് ഇനി അത് ലൈഫിൽ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഒരു ജോലിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യമായിരിക്കും. എന്ത് വേണമെങ്കിലും ലൈഫിൽ ചേഞ്ച് അനിവാര്യമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു. ആ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ചാരിയറ്റ് എനർജിയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതം അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്, മറ്റൊരാളുടെ കയ്യിലല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന സമയമാണ്. മാത്രമല്ല ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം പ്രാരബ്ധങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ജീവിച്ചു തുടങ്ങാം, ഇനി ഇത് കഴിഞ്ഞിട്ട് അത് ചെയ്ത് തീർത്തിട്ട് അങ്ങനെ പലതും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ലൈഫ് അങ്ങനെയല്ല, എല്ലാ പ്രാരബ്ധങ്ങളും ചെയ്ത് തീർത്തിട്ട് അവസാനം ഒരു ജീവിതത്തിലേക്ക് പോവുക എന്നുള്ളത് അത് സാധ്യമാകുന്ന കാര്യമല്ല. കാരണം ജീവിതത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒരിക്കലും തീരുന്നില്ല, ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്നെന്നുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ് നല്ലൊരു ജീവിതം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാലൻസ് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ട് അപ്പോൾ പലരും ചിന്തിക്കുന്ന ഒരു കാലം വരെ ആളുകൾ ചിന്തിച്ച മക്കളുടെയൊക്കെ വിവാഹവും അല്ലെങ്കിൽ മക്കളെയൊക്കെ വളർത്തി വലുതാക്കി അവരുടെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഒന്ന് സ്വസ്ഥവും സമാധാനം ഗൃഹഭരണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഒരിക്കലും
അങ്ങനെ വിചാരിച്ചിരുന്നിട്ട് ആ ഒരു ജീവിതത്തിലേക്ക് പോകാൻ പറ്റുന്നുണ്ടാവില്ല പലർക്കും. ചില ആളുകൾക്കത് പറ്റുന്നുണ്ടാവാം, പക്ഷെ മറ്റു ചിലർക്കത് ഒരു ഒരു ഭൂരിഭാഗം വരുന്ന ആളുകൾക്കും വേറെയും എന്തെങ്കിലുമൊക്കെ പ്രാരബ്ധങ്ങളും കാര്യങ്ങളും വരും. ഇപ്പോൾ കുട്ടികളുടെ വിവാഹം എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ അത് കഴിയുമ്പോൾ അവർക്ക് കുട്ടികളുണ്ടാവും, പിന്നെ അതിൻ്റെ പ്രാരബ്ധമായിരിക്കാം. അപ്പോൾ ലൈഫ് ഒരിക്കലും ജീവിക്കാതെ വിടുന്നില്ല എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു സാഹചര്യമാണ്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ യാത്രകൾ ചെയ്യാൻ ഇഷ്ടം, പല സ്ഥലങ്ങൾ രാജ്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കത് അതിനുള്ള ഒരു സാഹചര്യം ഇപ്പോഴില്ല എന്നുള്ളൊരു ചിന്തയാണെങ്കിൽ, ഇപ്പോഴില്ല നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഇല്ലെങ്കിൽ ഒരിക്കലും അത് ഉണ്ടാകുന്നില്ല. അതായത് ഇപ്പോൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് നിന്നാണ് പല കാര്യങ്ങളുടെയും തുടക്കം. കാരണം കുറച്ച് പൈസ ഒന്ന് സ്വരുക്കൂട്ടി വെച്ചിട്ട് നിങ്ങളതിപ്പോൾ ഇന്ന സമയത്ത് പോകുന്ന നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഈ ഒരു വർഷം ഇന്ന യാത്ര, ഇന്ന സ്ഥലത്ത്, ഇന്ന കാര്യത്തിന് എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ അതിന് കുറേശ്ശെ സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഇപ്പോൾ ചില വ്യക്തികളുടെ പറയാം, അവർ കുറച്ച് ഒന്ന് പൈസ ഒരുമിച്ച് മുടക്കി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കുറച്ച് പൈസ എടുത്ത് അല്ലെങ്കിൽ ഒരു ലോണോ അതുപോലെ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യും. അത് കഴിഞ്ഞ് പതുക്കെ അത് വീട്ടിൽ തീർക്കുകയും അത് വീട്ടിൽ തീർന്നു കഴിയുമ്പോൾ ആ അടുത്തതിലേക്ക് അങ്ങനത്തെ ഒരു രീതിയിൽ പോകുന്നവരുണ്ട്. എന്ന് വെച്ചിട്ട് നിങ്ങളോട് ലോൺ എടുക്കാനോ എല്ലാ കാര്യങ്ങളും എല്ലാവരും അതേപോലെ ചെയ്യണമെന്നല്ല. കാരണം അത് ഒരു പ്രത്യേക തരം കഴിവാണ്. അപ്പോൾ ഇന്നൊരു കാര്യം, ഇപ്പോൾ ക്രെഡിറ്റ് ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ക്രെഡിറ്റ് കാർഡ് ഇല്ല, കാരണം ക്രെഡിറ്റ് കാർഡിൽ അവർ നമ്മളെ പറ്റിക്കുകയാണ്, കാരണം നമ്മൾ ആ പൈസ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അവർ ചെയ്യുന്നതിൽ ക്രെഡിറ്റ് യൂസ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ പൈസ കയ്യിൽ വരുമ്പോൾ അത് കൺട്രോൾ ഇല്ലാതെ ചിലവാക്കുകയും പിന്നീട് അത് തിരിച്ചടയ്ക്കണം എന്നുള്ള ചിന്തയില്ലാതെ, അല്ലെങ്കിൽ വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ആ ഒരു രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇത് ഇത്ര രീതിക്ക് ഇന്നത് എന്ന് ഉപയോഗിച്ച് അടുത്ത മാസം കറക്റ്റായിട്ട് തിരിച്ചടയ്ക്കാൻ പ്രാപ്തിയുണ്ട്, സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് യൂസ് ചെയ്യുക. അതുപോലത്തെ ഒരു എനർജിയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. നിങ്ങൾക്ക് അത് കൺട്രോൾ നല്ല രീതിയിലുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള രീതിയിൽ മുന്നോട്ട് ചെയ്യുക. കാരണം ലൈഫിൽ ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാസമാണ്. അപ്പോൾ അങ്ങനെയുള്ള പല തീരുമാനങ്ങൾ എടുക്കുന്ന സമയമാണ്. ജോലി സംബന്ധമായിട്ട് ഉയർച്ച ഉണ്ടാകുന്നൊരു മാസം തന്നെയാണ് ഈ ഒരു മാസം. ശമ്പള വർധനവ് കാണിക്കുന്നുണ്ട്. പ്രൊമോഷൻ എന്നുള്ള രീതിയിലല്ല, ഇപ്പോൾ 2-3 വർഷത്തിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇൻക്രിമെൻറ്റ്, പേ റേസ്, ബോണസ് ഇത്യാദി കാര്യങ്ങൾ സംഭവ്യമാകുന്നുണ്ട്. ഫുൾ കാർഡാണ്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആത്മവിശ്വാസം നൽകുന്ന ഒരു സമയമാണ്. കാരണം നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള മത്സര പരീക്ഷകളോ അതുപോലെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വിചാരിച്ച കോഴ്സിന് ലഭിക്കുന്നു, നിങ്ങൾ വിചാരിച്ച ഒരു കാര്യം, പഠന സംബന്ധമായിട്ടുള്ള കാര്യം സാധ്യമാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ്. ഇപ്പോൾ ഓരോരുത്തരും അത് വ്യത്യസ്തമായിട്ടുള്ള കാര്യമായിരിക്കാം. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു പ്രണയം സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് ഇല്ലായ്മ കാണിക്കുന്നുണ്ട്. യെസ് ആയാലും നോ ആയാലും അത് എന്താണ് എന്നുള്ളത് അറിയുക എന്നുള്ളതാണ് ഇവിടെ പ്രാധാന്യം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കോളേജ് വിദ്യാർത്ഥികളാകാം, നിങ്ങൾ ജോലി ചെയ്യുന്ന നിങ്ങളുടെ കൂടെയുള്ള വ്യക്തി, അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് നിങ്ങളുടെ കൊളീഗ് ആവാൻ, നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടിയും ആവാൻ ചാൻസസ് കൂടുതൽ കാണിക്കുന്നുണ്ട്. അതേപോലെ 4 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള നിങ്ങൾ ചിന്തിക്കുന്ന അത്രയും പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലില്ല. പക്ഷെ നിങ്ങൾ മണി ഹാൻഡിൽ ചെയ്യാൻ കുറച്ചൊരു ഇതുണ്ട്. അപ്പോൾ എങ്ങനെ ഇത്ര മാസത്തെ, അതായത് ചില ആളുകൾക്കത് മനസ്സിലെ കണക്ക് അതിന് പ്രത്യേകിച്ച് എഴുതി വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, അത് അവർക്ക് അതിൻ്റേതായിട്ടുള്ള കഴിവുണ്ട്. മറ്റു ചില ആളുകൾക്ക് അത് ഓരോന്നും എഴുതി വെച്ചില്ലെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് കണക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു ബുക്ക് വയ്ക്കുക, ഇന്ന കാര്യങ്ങൾ ഇത്ര മാസത്തിൽ നിങ്ങൾ എന്തിനൊക്കെ എത്രയൊക്കെ ചിലവാക്കുന്നു ഏകദേശം എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുക. പിന്നെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പൈസ എങ്ങനെ ചിലവാക്കണം എന്നറിയാത്തതാണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാം എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. വിദേശത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഹോം സിക്നെസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ പല അവധി കാര്യങ്ങളൊക്കെ വരുമ്പോൾ വീട്ടിലിരിക്കുന്നു, അപ്പോൾ അതിൻ്റെ എനർജിയും ആവാം. അതുപോലെ തന്നെ എന്തൊക്കെയോ പല കാരണങ്ങൾ കൊണ്ടിട്ട് നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളെ കാണുകയോ സംസാരിക്കുകയോ അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ, പല സാഹചര്യങ്ങൾ കൊണ്ടിട്ട് നിങ്ങൾക്ക് ഒത്തിരി വീട് മിസ് ചെയ്യുന്നുണ്ട്. നാട്ടിൽ പോകാനുള്ള ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നാട്ടിൽ പോകാൻ തീരുമാനിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ പോലും ഈ വർഷം എന്തായാലും നാട്ടിൽ പോയിരിക്കുമെന്നുള്ള രീതിയിൽ വളരെ
പെട്ടെന്ന് ഈ ഒരു മാസം തീരുമാനം എടുക്കുന്നുണ്ട്. ചില ആളുകൾ ടിക്കറ്റ്സൊക്കെ കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യുന്നുണ്ടാവും നാട്ടിലേക്ക് പോകുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു മാസത്തിൽ. വിദേശത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം കുറച്ച് സ്പിരിച്വലി ആത്മീയ കാര്യങ്ങളിലും താല്പര്യം, ദൈവിക കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടുന്ന സമയമാണ്. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.